നമസ്കാരം. യുദ്ധം തുടരുകയാണ്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള മിസ് ഇൻഫർമേഷൻ ക്യാമ്പയിനും ഒരുപോലെ പുരോഗമിക്കുന്നു. നെതന്യാഹുവിനെ നിരന്തരമായി കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം AI പ്ലാറ്റ്ഫോമിൽ ക്രിയേറ്റ് ചെയ്ത നെതന്യാഹുവിൻ്റെ 6 വിരലുള്ള ഒരു ഫോട്ടോ എടുത്ത്, ഇത് നെതന്യാഹുവിൻ്റെ ഇൻ്റർവ്യൂ ആണ്. ഈ ഇൻ്റർവ്യൂവിൽ നോക്കൂ, നെതന്യാഹുവിന് 6 വിരലുകളുണ്ട്. അതുകൊണ്ട് ഇത് AI ജനറേറ്റഡ് ആണ്. ശരിക്കും നെതന്യാഹു മരിച്ചു പോയിട്ട് കുറേ ദിവസമായി. ഇങ്ങനെ AI ജനറേറ്റഡ് ആയിട്ടുള്ള നെതന്യാഹുവിനെയാണ് പുറത്ത് കാണുന്നത്. ഇതൊക്കെ ഇറാനിൽ നിന്ന് പുറത്ത് അടിച്ചിറക്കുന്ന വാർത്തകളാണ്. അതുപോലെ നിരന്തരമായിട്ട് അമേരിക്കയുടെ അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ഷിപ്പ് മുങ്ങി കടലിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടക്കുകയാണ്. മറ്റ് അവരുടെ പ്ലെയിൻ കാരിയേഴ്സൊക്കെ, വിമാനവാഹിനി കപ്പലുകളൊക്കെ പരിക്കേറ്റ് യുദ്ധമുഖത്ത് നിന്ന് പിൻവാങ്ങി. അമേരിക്കയും ഇസ്രായേലും എന്നേ തോറ്റു കഴിഞ്ഞു. ടെല്ലവീവ്, ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെല്ലവീവ് ഗാസയ്ക്ക് തുല്യമായ രീതിയിൽ തകർക്കപ്പെട്ട് കിടക്കുകയാണ്. ഇങ്ങനെയുള്ള വാർത്തകൾ നിരന്തരമായിട്ട് അടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ഇത് വിശ്വസിച്ച്, പ്രത്യേകിച്ചും ഇവിടെ 1-ാം നമ്പർ മാധ്യമം, അവരാണ് ഇത് ഒന്നാമത് അടിച്ചിറക്കുന്നത്. ഏതാണ്ട് പൂട്ടി ചർച്ച് ഇങ്ങനെ സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള മുഖ്യമായിട്ടുള്ള ചില പത്രങ്ങളും ഇത് തലക്കെട്ടാക്കി പുറത്തിറക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നലെ നെതന്യാഹു ലൈവായിട്ട് ടെലിവിഷനിൽ വന്ന് അദ്ദേഹം ഒരു കാപ്പി കുടിക്കുന്നതാണ്. ഐ എം ഡെഡ് ഫോർ കോഫി എന്ന് പറഞ്ഞാൽ, എനിക്ക് കോഫി മരണ ഇഷ്ടമാണ്. നമ്മൾ മരണ ഇഷ്ടം എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ, അത് ഹീബ്രുവിലുള്ളൊരു പ്രയോഗമാണ്. ഒരു സാധനത്തോടുള്ള വലിയ താല്പര്യത്തെ ഐ ഡെഡ് ഫോർ കോഫി എന്ന് പറഞ്ഞാൽ കാപ്പിക്ക് വേണ്ടി ഞാൻ മരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഐ ആം ഡെഡ് ഫോർ കോഫി എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിൽ കാപ്പി പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം ആ വിരലുകൾ കാണിച്ചു കൊടുത്തു. ഇതാ എൻ്റെ കയ്യിൽ എത്ര വിരലുണ്ടെന്ന് വേണ്ടവർ എണ്ണിക്കോ, ഇത് ഇത്രയുണ്ട്, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. ഇസ്രായേൽക്കാർ യുദ്ധത്തിലാണ്, ഇസ്രായേൽക്കാരുടെ കൂട്ടത്തിൽ ഞാനും യുദ്ധത്തിലാണ്. ഈ രാജ്യത്തിന് യുദ്ധം പുത്തരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഉണ്ട്. അപ്പോൾ ഇവർ പറയുന്ന, അദ്ദേഹം മാളത്തിൽ വിളിച്ചിരിക്കുക, പറയുന്നത് അദ്ദേഹം ഫ്രീ ആയിട്ടൊരു കോഫി ഷോപ്പിൽ നിൽക്കുന്നതാണ്. നമുക്ക് ഊഹിക്കാം അദ്ദേഹം അങ്ങനെ വഴിയിറങ്ങിയാണെന്ന്. കോഫി ഷോപ്പിൽ നമ്മുടെ പെട്ടിക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ പറ്റുന്ന കണ്ടീഷനായിരിക്കില്ല. കാരണം ഈ കൊന്നു എന്ന് പറയുന്ന ഇറാൻ റെജീം തന്നെ, അവരുടെ IRGC തന്നെ ഇന്നലെ പ്രസ്താവന ഇറക്കിയിരുന്നു. അവർ ലോകത്തിൽ കൊല്ലാൻ വേണ്ടി വെച്ചിട്ടുള്ള 1-ാമത്തെ ടാർഗറ്റ് നെതന്യാഹുവാണ്. അവർ തന്നെ ഒരു ഭാഗം അടിച്ചിറക്കുന്നു. നെതന്യാഹു മരിച്ച് പെട്ടിക്കകത്ത് കിടക്കുകയാണ് കുറേ നാളായിട്ട് എന്ന് അവർ തന്നെ പറയുന്നു. എന്നിട്ട് അവർ തന്നെ പറയുന്നു അവർ കൊല്ലാൻ വേണ്ടി വെച്ചിട്ടുള്ള 1-ാമത്തെ ടാർഗറ്റ് നെതന്യാഹു ആണെന്നും പറയുന്നു. നിശ്ചയമായിട്ടും അവർ നെതന്യാഹുവിനെ കൊല്ലാൻ ആയിരിക്കും ലോകത്തിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അതിൻ്റേതായ രീതിയിലുള്ള സെക്യൂരിറ്റികൾ ഉണ്ടാകും. ഇസ്രായേൽ സെക്യൂരിറ്റി ഈസ് ഡിഫറെൻറ്റ്. അവരുടെ ഇറാന് കൊടുക്കാൻ പറ്റിയ സെക്യൂരിറ്റി എന്താണെന്നുള്ളത് ഖമനേയി തീർന്നു പോയപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. അവരുടെ രാജ്യത്തിൻ്റെ തല ഇസ്രായേൽ 1-ാമത്തെ ദിവസം തന്നെ പുഷ്പം പോലെ അറത്തോണ്ട് പോയി. അവർ ഇത് ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തലവൻ എന്ന് പറയുന്നത് ആ രാജ്യം തന്നെയാണ്. ആ രാജ്യമാണ് ആ വ്യക്തിക്ക് സെക്യൂരിറ്റി ഒരുക്കുന്നത്. അല്ലാണ്ട് നെതന്യാഹുവിന് സെക്യൂരിറ്റി ഒരുക്കുന്നത് നെതന്യാഹു അല്ല. നെതന്യാഹുവിന് കണ്ടോടാ നമ്മൾ ധൈര്യം കാണിച്ച് പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. രാജ്യമാണ് തീരുമാനിക്കുന്നത് അദ്ദേഹം എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള സെക്യൂരിറ്റി കൊടുക്കണം. അപ്പം ഇസ്രായേൽ പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റി എന്താണെന്നുള്ളത് നെതന്യാഹുവിൻ്റെ ശരീരത്തിൽ ജീവൻ ബാക്കിയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാം. ഇറാൻ പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റി എന്താണെന്നുള്ളത് ഖമനേയിയുടെ പെറുക്കി കൂട്ടാൻ പോലും ഇല്ലാത്ത ശരീരത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു പ്രസിഡന്റ് ആക്കാൻ വെച്ച ആൾ പോലും ഇതുവരെ പ്രത്യക്ഷപ്പെടാതിരിക്കുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റുന്ന ഒരു രൂപത്തിലല്ല. അദ്ദേഹത്തിന് ഒരു ആരും എത്താത്ത 200-500 അടി താഴെയുള്ള ഒരു ബങ്കറിൽ വെച്ച് പോലും ഒരു വീഡിയോ എടുക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ് അദ്ദേഹത്തിൻ്റെ രൂപം എന്നുള്ളത് കൊണ്ട് ആ രാജ്യം അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ ഇതാണ് അവിടുത്തെ കാര്യം. അപ്പോൾ ട്രംപും ഇന്നലെ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. AI ജനറേറ്റഡ് വീഡിയോകൾ ഉണ്ടാക്കുന്നതിൻ്റെ പകുതി മിടുക്ക് അവർ കാണിച്ചായിരുന്നെങ്കിൽ അവരുടെ രാജ്യത്ത് കുറച്ചെങ്കിലും ഒരു സെക്യൂരിറ്റി ഒരുക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു എന്നാണ് ട്രംപ് ഇതിനെക്കുറിച്ച് തമാശയായിട്ട് പറഞ്ഞത്. AI ജനറേറ്റഡ് വീഡിയോകളുടെ കാര്യത്തിൽ അവർ ഞങ്ങളെ പണ്ടേ തോൽപ്പിച്ചു കഴിഞ്ഞു. അവർ AI ജനറേറ്റഡ് വീഡിയോകൾ കൊണ്ട് ഇറാൻ പലവട്ടം യുദ്ധം ജയിച്ചു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അവരുടെ വിമാനവാഹിനി കപ്പലിൻ്റെ അടുത്തേക്ക്, ആ പ്രദേശത്ത് എത്താനുള്ള, അവിടേക്ക് ഒരു കാറ്റ് അയക്കാനുള്ള ശേഷി പോലും ഇറാനില്ല. ദാറ്റ് ഈസ് ഫുള്ളി ഓപ്പറേറ്റീവ്. അബ്രഹാം ലിങ്കൻ്റെ രുചി എന്താണെന്ന് ഇറാൻ ദിവസവും മണപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇവിടുന്ന് ചെല്ലുന്ന മിസൈലുകൾ ഇവന്മാരുടെ തലയിൽ പോയിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ അബ്രഹാം ലിങ്കൻ്റെ മണം അവർക്ക് കിട്ടും. അത് നിരന്തരമായിട്ട് ഇവരുടെ തലയിൽ ചെന്ന് വീഴുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അവരുടെ എല്ലാ വിമാനവാഹിനി കപ്പലുകളും ഫുള്ളി ആക്റ്റീവാണ് എന്നുള്ളത് ഇറാനിൽ ചെന്ന് നിന്നാൽ ആകാശത്തൂടെ വരുന്ന മിസൈലുകൾ എണ്ണി നോക്കിയാൽ ഏകദേശം മനസ്സിലാകുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്.
കൂടാതെ ട്രംപും നെതന്യാഹുവും തമ്മിൽ ഭയങ്കര വഴക്കാണെന്നാണ് വേറെ ഒരു വാർത്ത അടിച്ചിറക്കി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇറാനിൽ പറയുന്ന അതേ കട്ടികൾ തന്നെ നമ്മുടെ മലയാള മാധ്യമങ്ങളും ഇത് പറഞ്ഞു വരുത്തുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. ട്രംപ് പറഞ്ഞത്, ഞങ്ങൾ ബിബി ആൻഡ് മീ ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ്, ഞങ്ങൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾ ഒന്നിച്ചെടുക്കാത്ത ഒരു തീരുമാനവും ഇറാൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ നടപ്പാകുന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വി ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ്, ഇപ്പം മുതലല്ല, ഞങ്ങൾ വളരെ കാലമായിട്ട് സുഹൃത്തുക്കളായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ യുദ്ധം അതിൻ്റെ നിലയ്ക്ക് തന്നെ നീങ്ങുന്നുണ്ട്. പക്ഷേ ഇറാൻ്റെ ആക്രമണത്തിൻ്റെ കാഠിന്യം ഓരോ ദിവസവും കുറഞ്ഞു വരുന്നുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇറാൻ തുടങ്ങിയ ദിവസങ്ങളിൽ ഡേ നമ്പർ 1 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് അയച്ച ഡ്രോണുകളുടെ ഈ എണ്ണം ഏകദേശം 200 എണ്ണമായിരുന്നു. ഏകദേശം ഒരു 150ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചിരുന്നു. അങ്ങനെ മൊത്തം 346 പ്രൊജക്ടൈൽസാണ് ഡേ നമ്പർ 1 അവർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് അയച്ചത്. രണ്ടാമത്തെ ദിവസം അയച്ചതിൽ ബാലിസ്റ്റിക് മിസൈലിൻ്റെ എണ്ണം വളരെ കുറഞ്ഞു. ഒരു 10-20 ബാലിസ്റ്റിക് മിസൈലുകളെ അയച്ചുള്ളൂ. പക്ഷേ മൊത്തം 362 പ്രൊജക്ടൈൽസ് അവർ UAE-യിലേക്ക് അയച്ചു. ഇതൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊന്നും അങ്ങ് വീണെന്നല്ല ഉദ്ദേശിച്ചത്. അതിന് 2-3 എണ്ണം വീഴുക, ബാക്കിയുള്ളത് മുഴുവൻ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അയച്ചതിന് എണ്ണ പറഞ്ഞത്. അപ്പോൾ ഡേ നമ്പർ 1 346 പ്രൊജക്ടൈൽസാണ്. അതിൽ ഏകദേശം പകുതിയിൽ താഴെ മിസൈലുകളായിരുന്നു. രണ്ടാമത്തെ ദിവസം വന്നപ്പോഴേക്കും അത് പ്രൊജക്ടൈൽസിൻ്റെ എണ്ണം കൂടി 362ആയി. പക്ഷേ ബാലിസ്റ്റിക് മിസൈലുകൾ അതിനകത്ത് എണ്ണം വെറും ഒരു 10% ഉണ്ടായിരുന്നു. ബാക്കിയുള്ളത് മുഴുവൻ ഡ്രോണുകളാണ്. മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്ക് അത് ഒറ്റയടിക്ക് താഴോട്ട് പോകുന്നു, 163ആയി. നാലാമത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്കും അത് ഏകദേശം ഒരു 125ആയി. ആ ഒരു ലെവലിൽ മാർച്ച് 8 വരെ അവർക്കത് കൊണ്ടുപോകാൻ പറ്റി. ഫെബ്രുവരി 28 യുദ്ധം നടന്നത്. മാർച്ച് 8 വരെ ഏകദേശം ഒരു 100-125 പ്രൊജക്ടൈൽസ് അവർക്ക് അയക്കാൻ പറ്റി. ആ 125 പ്രൊജക്ടൈൽസിൽ ഒരു 6-7 എണ്ണം ബാലിസ്റ്റിക് മിസൈലായിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം അവരുടെ മിസൈൽ അയക്കുന്ന സംവിധാനങ്ങളാണ് ഏറ്റവും ആദ്യം തകർക്കപ്പെട്ടിട്ടുള്ളത്. മിസൈലുകളുടെ എണ്ണം കുറയുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് മിസൈലുകൾ അയക്കാനുള്ള സംവിധാനങ്ങളില്ല. മിസൈൽ തീർന്നു പോയതുകൊണ്ടല്ല, മിസൈൽ അയക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നേരെ മറിച്ച് മാർച്ച് 9 ആകുമ്പോഴേക്കും ആ എണ്ണം പെട്ടെന്ന് വളരെ താഴോട്ട് വന്നു. അത് ഒരു 15 എണ്ണത്തിൻ്റെ ലെവലിലേക്കായി. അപ്പോൾ 15, 20, 25 ആ ഒരു ലെവലിലേക്ക് വീണ്ടും ഒരു 50 വരെയൊക്കെ അവർ കൂട്ടാൻ പറ്റിയിട്ടുണ്ട്. മാർച്ച് 15 അവിടെ എത്തിയിട്ടുള്ളത് വെറും 10 പ്രൊജക്ടൈൽസ് മാത്രമാണ്. അതിൽ 2 എണ്ണം മാത്രമാണ് ബാലിസ്റ്റിക് മിസൈലായിട്ടുള്ളത്. അപ്പം ഈ ഒരു നിലയിലാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് അവർക്ക് പ്രൊജക്ടൈൽസ് അയക്കാൻ കഴിയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ദിവസം 362 പ്രൊജക്ടൈൽസ് അയച്ചവർക്ക് മാർച്ച് 15 10 എണ്ണം മാത്രമേ അയക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് ഇറാൻ്റെ യുദ്ധശേഷി കുറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാക്കണം. അതിനിടയിലൂടെ ജയശങ്കർ പറഞ്ഞിട്ടുണ്ട്, നമുക്കിവിടെ 2 ടാങ്ക് ഗ്യാസും കൊണ്ട് കടന്നു പോകുന്ന കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ അതിന് പകരമായിട്ട് ഇന്ത്യ ഏതാണ് ഡ്രോണ് കൊടുത്തു, ആയുധം കൊടുത്തു എന്നൊക്കെ മട്ടിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ജയശങ്കർ പറഞ്ഞിട്ടുണ്ട്, അത് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് മാത്രമാണ്. അതിനകത്ത് വേറെ ഇറാൻ അതിന് പകരമായിട്ട് മെറ്റീരിയലായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മെറ്റീരിയലായിട്ട് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഡിപ്ലോമാറ്റിക് റിലേഷനാണ്. അപ്പോൾ എന്തെങ്കിലും ഡിപ്ലോമാറ്റിക് സഹായങ്ങൾ ഇറാന് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നല്ലാതെ വേറെ അതിനകത്ത് ഒന്നും വരുന്ന പ്രശ്നങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇനി പെൻറ്റഗൺ പറയുന്നത് ഇതുവരെ 15,000-ഓളം ടാർഗറ്റുകൾ ഇറാനിൽ അവർ തകർത്തിട്ടുണ്ട് എന്നാണ്. 15,000-ഓളം ടാർഗറ്റുകൾ. ഈ ടാർഗറ്റുകളിൽ ഭൂരിഭാഗവും മിസൈൽ ലോഞ്ചിങ് ഫെസിലിറ്റി, ഡ്രോൺ ലോഞ്ചിങ് ഫെസിലിറ്റി, പിന്നെ അവരുടെ പട്ടാളത്തിൻ്റെ സാധനങ്ങൾ, അവരുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ, അങ്ങനത്തെ സംഗതികളാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇറാൻ പറയുന്നത് അവരുടെ ന്യൂക്ലിയർ മെറ്റീരിയൽസ് ആർ ഡീപ്ലി ബറീഡ് അണ്ടർ ഡെബ്രി. അതായത് ഈ അവരുടെ ന്യൂക്ലിയർ സ്റ്റേഷൻസൊക്കെ മിസൈലുകൾ കൊണ്ട്, ബോംബുകൾ കൊണ്ട് തകർത്ത് കളഞ്ഞതുകൊണ്ട് ഇപ്പോഴവരുടെ ന്യൂക്ലിയർ ഫ്യൂവൽ, അവർ എൻറിച്ച് ചെയ്ത യുറേനിയം 450 കിലോ എൻറിച്ച്ഡ് യുറേനിയം ഇറാൻ്റെ കയ്യിൽ ഉണ്ട് എന്നാണ് കണക്ക്. അതെവിടെ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഇറാൻ അറാക്സി പറയുന്നത് ഇത് മുഴുവൻ ഇപ്പോൾ ഈ തകർന്നടിഞ്ഞ് കിടക്കുന്ന സാധനങ്ങളുടെ അടിയിൽ പെട്ടുപോയിട്ടുണ്ട്, അത് റിക്കവർ ചെയ്യാൻ ഞങ്ങളെ കൊണ്ടാവില്ല. ഇനി അതിന് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ അത് ഇനി തിരിച്ചെടുക്കാനാവൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇത് എൻറിച്ച്ഡ് യുറേനിയം എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു സാധനം. അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് നിങ്ങൾക്ക് ആപ്പിൾ എടുക്കുന്നവരെങ്കിൽ എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. അത് എടുക്കണമെങ്കിൽ അതിൻ്റെ റേഡിയേഷൻ്റെ ലിമിറ്റുകൾ, റേഡിയേഷൻ ഡോസ് എത്രയാണെന്നൊക്കെ മെഷർ ചെയ്യണം. മെഷർ ചെയ്ത ശേഷം അതിനനുസരിച്ചുള്ള ഡ്രസ്സിങ് സെക്യൂരിറ്റിയൊക്കെ ഉപയോഗിച്ച് മാത്രമാണ് അതിനെ അപ്രോച്ച് ചെയ്യാൻ കഴിയുക. അതിനെ നീക്കം ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ്, കവർ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ്, ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനൊന്നും ഇറാൻ അതിനുള്ള ശേഷിയില്ല. അപ്പോൾ അതിന് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ സഹായം വേണ്ടി വരും എന്ന് അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്.
ഇനി സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ കഴിഞ്ഞ 3 ദിവസത്തിനിടയിലൂടെ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ പ്രത്യേകിച്ച് ഒരു സംഭവം നടന്നിട്ടില്ല. അവിടെ ഈ ഷിപ്പുകൾ ക്രോസ് ചെയ്യുന്നത് വളരെ ലിമിറ്റഡ് ആണെന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ ഗ്യാസ് ഷിപ്പുകളോ അല്ലെങ്കിൽ ഇന്ത്യയുടെ 20 കാർഗോ ഷിപ്പുകൾ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇറാൻ അനുവദിച്ച ഷിപ്പുകളല്ലാതെ മറ്റ് നോർമൽ യാത്ര ഹോർമൂസ് കടലിടുക്കിലില്ല. അപ്പം അതുകൊണ്ട് തന്നെ 3 ദിവസത്തിനിടയിലൂടെ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അവിടെ ടോട്ടൽ ഏകദേശം 29 ഇൻസിഡൻറ്റ്സ് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു അതിൽ 6 എണ്ണം വളരെ സീരിയസ് ആയിട്ടുള്ള ഇൻസിഡൻറ്റുകളാണ്. വളരെ ചെറിയ റോക്കറ്റ് പോലത്തെ സാധനങ്ങളൊന്നും തട്ടിയ വിഷയങ്ങൾ, ഡക്കിൽ വന്ന വീണ വിഷയങ്ങൾ, അത് കപ്പലിന് കാര്യമായ കേടുപാടുണ്ടാക്കിയിട്ടില്ല. എങ്കിലും 29 ഇഷ്യൂസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചൈന ഇതിനെക്കുറിച്ച് ട്രംപ് പറഞ്ഞിരുന്നു ഹോർമൂസ് കടലിടുക്ക് ഉപയോഗിക്കുന്ന എല്ലാവരും കൂടി സഹായത്തിന് വരണം, എന്നിട്ട് ഹോർമൂസ് കടലിടുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അതിനെ സംബന്ധിച്ച് ചൈന പറഞ്ഞത് അമേരിക്കയും ഞങ്ങൾക്ക് ഫ്രണ്ടാണ്, മിഡിൽ ഈസ്റ്റ് ഞങ്ങൾക്ക് കൂടുതൽ ഫ്രണ്ടാണ്, തൽക്കാലം ഡിപ്ലോമാറ്റിക് രീതിയിൽ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്നാണ് ചൈനയുടെ റെസ്പോൺസായിട്ട് വന്നിട്ടുള്ളത്. UK അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഞങ്ങൾ ഇടപെടാം, ഇപ്പോഴും ഞങ്ങളുടെ അഭിപ്രായം ഇത് ഡിപ്ലോമാറ്റിക് വഴികളിലൂടെ പരിഹരിക്കണം എന്നുള്ളതാണ് എന്ന് അവരും പറയുന്നുണ്ട്. അവരുടെ ഒരു ഷിപ്പിന് പരിക്ക് പറ്റിയതിൽ ഉള്ള പ്രതിഷേധവും അവർ വളരെ ശക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം കൂടാതെ ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മളുടെ LPG പ്രശ്നങ്ങളിലാണ്. നമ്മൾ പട്ടണങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഹോട്ടലുകൾ ചിലത് അടഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. LPG ഷോർട്ടേജാണ് ഒരു വിഷയമായിട്ട് പറയുന്നത്. അപ്പം നമ്മളുടെ LPGയെ സംബന്ധിച്ച് നമ്മളുടെ മൊത്തം നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന LPG എന്ന് പറയുന്നത് ഏകദേശം 31.3 മില്യൺ മെട്രിക് ടണ്ണാണ്. 31 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 31.3 × 10 ലക്ഷം മെട്രിക് ടൺ LPG ഓരോ വർഷവും നമുക്ക് ആവശ്യമുണ്ട്. ഈ LPGയിൽ ഏറ്റവും ചുരുങ്ങിയത് 60% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. 40% നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. നമ്മളുടെ രാജ്യത്ത് നമ്മൾ നമുക്കറിയാവുന്നതുപോലെ ഇത് കുഴിച്ച് നേരിട്ടെടുക്കുന്ന സാധനമാണ്. പെട്രോളിയം റിഫൈനറി പോലെ എന്തെങ്കിലും തരത്തിൽ റിഫൈൻ ചെയ്യേണ്ട സംഗതിയല്ല. അത് കുഴിച്ചെടുത്താൽ എങ്ങനെയാണോ കിട്ടുന്നത് ആ രീതിയിലാണ് അത് ഉപയോഗിക്കുക. അങ്ങനെ നമ്മളുടെ ഈ ഗ്യാസ് ലഭിക്കുന്ന കിണറുകളിൽ നിന്ന് നമ്മളുടെ രാജ്യത്തെ ഈ ആവശ്യത്തിന് ഉള്ള LPGയുടെ 40% നമുക്ക് ലഭിക്കുന്നുണ്ട്. 60% നമ്മൾ വാങ്ങിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ഈ 60% സാധനം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇമ്പോർട്ട് ചെയ്യുന്നതിൽ ബഹുഭൂരിഭാഗവും ഗൾഫ് ഏരിയയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതിൽ ഈ വാങ്ങുന്നതിൽ 47% നമ്മൾ ഖത്തറിൽ നിന്നാണ് വാങ്ങുന്നത്. ബാക്കി 13.47% യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ 60% ഹോർമൂസ് കടലിടുക്കിലൂടെ തന്നെ കടന്നു വരണം. ഈ ഖത്തറിൽ നിന്ന് വരുന്നതും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് വരുന്നതും ഹോർമൂസ് കടലിടുക്കിലൂടെ തന്നെ കടന്നു വരണം. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ഇത് LPG വാങ്ങുന്നത് അമേരിക്കയിൽ നിന്നാണ്. 11% ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ 11%ഓളം US നിന്നാണ്. അങ്കോളയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. ഒമാനിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഒമാനിൽ നിന്ന് വാങ്ങുന്ന സാധനം ഈ ഹോർമൂസ് കടലിടുക്ക് കടക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഗൾഫ് ഓഫ് ഒമാനിൽ നമുക്കത് കിട്ടും. അത് ഹോർമൂസിൻ്റെ ഇപ്പുറത്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഇത് ഫേസ് ചെയ്യുമെന്നുള്ളൊരു സംഗതി. 47% നമ്മൾ ഖത്തറിൽ നിന്നാണ് വാങ്ങുന്നത് പുറത്തുനിന്ന് വരുന്നതിൽ. 13.47 ദറ്റ് ഈസ് ഓൾമോസ്റ്റ് 14% നമ്മൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഈ ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നു വരണം. അതിൻ്റെ ഷോർട്ടേജ് ഏകദേശം 30%ഓളം ഇമ്പോർട്ടാണ് ഇപ്പോൾ കുറഞ്ഞു പോയത്. അതിൻ്റെ ഷോർട്ടേജാണ് നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. അപ്പോൾ ഗവൺമെൻറ് എങ്ങനെ ഇത് ഓവർകം ചെയ്യും? അതിൽ ഓവർകം ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ ഇൻറ്റേർണൽ പ്രൊഡക്ഷൻ 25% കൂട്ടാൻ വേണ്ടി ഗവൺമെൻറ് ഉത്തരവ് നൽകിയിട്ടുണ്ട്. അപ്പോൾ 25% ഇൻറ്റേർണൽ പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ നമ്മളുടെ ആവശ്യത്തിനുള്ള പകുതി ഗ്യാസ് ഇവിടെ തന്നെയാവും. 40% ഓൾറെഡി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു 25% കൂടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് മൊത്തം ആവശ്യമുള്ള ഗ്യാസിൻ്റെ 50% ഇൻറ്റേർണൽ പ്രൊഡക്ഷൻ ആവും. ഗ്യാസിൻ്റെ ഷോർട്ടേജ് ചെറിയ ദൂരം അവിടെ നിൽക്കും. പിന്നെ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നും അങ്കോളയിൽ നിന്നും ഒമാനിൽ നിന്നുമൊക്കെയുള്ള പർച്ചേസുകൾ കൂടുതലാക്കുക എന്നുള്ളതാണ്. കൂടാതെ സൗദി അറേബ്യയിൽ നമ്മൾ ചെറിയ തോതിൽ ഇപ്പോൾ വാങ്ങുന്നുണ്ട്. അത് കൂടുതലാക്കാം. സൗദി അറേബ്യയ്ക്ക് റെഡ് സീയിൽ ഔട്ട്ലെറ്റ് തൽക്കാലം ഇല്ല. അവർ വളരെ വേഗം റെഡ് സീയിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ റെഡ് സീയിൽ ഒരു ഔട്ട്ലെറ്റ് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ ഔട്ട്ലെറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഗ്യാസ് ഇങ്ങോട്ട് വാങ്ങിയെടുക്കാം. നേരെ മറിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ ഗ്യാസ് വരണ സമയമെടുക്കും. അപ്പോൾ ഒരു 10-15 അല്ലെങ്കിൽ ഒരു മാസത്തോളം കൊണ്ടേ നമുക്ക് ഈ പ്രശ്നം യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ, യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയും. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുമ്പോഴാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോയിട്ട് ഈ കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ പെട്ടെന്ന് വാങ്ങാൻ പറ്റില്ല. അത് വാങ്ങുമ്പോൾ നമ്മൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് കോൺട്രാക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ കോൺട്രാക്ട് എടുക്കും. പിന്നെ നമ്മൾ ഖത്തറിൽ നിന്ന് വാങ്ങൽ നടക്കില്ല. ഇവരോട് ചിലപ്പോൾ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ 5 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടേണ്ടി വരും. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഗവൺമെൻറ് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഒരു 10-15 അല്ലെങ്കിൽ മാക്സിമം
ഒരു 25 ദിവസത്തിനുള്ളിൽ ഇത് പൂർണ്ണമായിട്ടും സോൾവ് ചെയ്യാൻ ഗവൺമെൻറ്റിനെ കൊണ്ട് സാധിക്കും. അതിനിടയിലൂടെ തന്നെ ഈ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂട്ടിയും ഇപ്പോൾ തൽക്കാലം ഒമാനിൽ നിന്നും ഉള്ള പർച്ചേസ് കൂട്ടിയും സൗദി അറേബ്യയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതുകൊണ്ടുമൊക്കെ വേഗത്തിൽ ഇത് കവർ ചെയ്ത് വരാൻ പറ്റും. ഓഫ് കോഴ്സ് ഇറാൻ അതിലേക്ക് കടന്നു വരാൻ നമ്മളെ അനുവദിക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് നിരന്തരമായി പരിഹാരം കിട്ടുകയും ചെയ്യും. അതിൽ ഒരു സംഗതി ഉള്ളത്, നമ്മൾ ഉപയോഗിക്കുന്ന ഈ LPGയിൽ ബ്യൂട്ടൈനും പ്രൊപ്പൈനുമാണ്. ബ്യൂട്ടൈൻ എന്ന് പറയുന്നത് ഇതെല്ലാം ഹൈഡ്രോ കാർബൺസ് ആണ്. ബ്യൂട്ടൈൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 4 കാർബണുള്ള ഹൈഡ്രോ കാർബണാണ്. പ്രൊപ്പൈൻ എന്ന് പറയുന്നത് 5 കാർബണുള്ള ഹൈഡ്രോ കാർബണാണ്. 3 കാർബണുള്ള ഹൈഡ്രോ കാർബണാണ്. അപ്പം ബ്യൂട്ടൈൻ 4 കാർബണുള്ളത്, പ്രൊപ്പൈൻ 3 കാർബണുള്ളത്. അതിൽ ബ്യൂട്ടൈൻ പ്രൊപ്പൈൻ റേഷ്യോ ഇപ്പം 60:40 ആണ്. അതായത് നമ്മൾ ഗൾഫിൽ നിന്ന് വരുന്ന ഗ്യാസിനകത്ത് കൂടുതലുള്ളത് ബ്യൂട്ടൈനാണ്. 60% ബ്യൂട്ടൈനും 40% പ്രൊപ്പൈനുമാണ്. നേരെ മറിച്ച് ഈ അങ്കോളയിൽ നിന്ന് വരുന്നത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ വരുന്നതിനകത്ത് പ്രൊപ്പൈനിൻ്റെ റേഷ്യോ കൂടുതലാണ്. ഈ കാർബണിൻ്റെ എണ്ണം കുറഞ്ഞ സാധനത്തിൻ്റെ റേഷ്യോ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി കൂടുതൽ പ്രഷർ സിലിണ്ടറിൽ എക്സർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു ഉഷ്ണരാജ്യം, ചൂട് കൂടിയ രാജ്യം എന്ന നിലയിൽ അത് ചെറിയൊരു സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് US നിന്നൊക്കെ വരുന്ന ഗ്യാസ് പൊതുവേ തണുപ്പുള്ള, ഇന്ത്യയിൽ തണുപ്പും ചൂടുള്ള പ്രദേശങ്ങളുണ്ട്, തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് മാറ്റിയാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ട് US നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഗ്യാസ് രാജ്യം മുഴുവൻ സപ്ലൈ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ ഒരുപക്ഷെ ഈ പ്രഷറിൻ്റെ ഒരു ഇഷ്യൂ സിലിണ്ടറിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു റിസ്ക് ഫാക്ടറായിട്ടുള്ളത്. അതായത് ഗൾഫിൽ നിന്ന് വരുന്ന ഗ്യാസിനകത്ത് ബ്യൂട്ടൈൻ്റെ റേഷ്യോ ആണ് കൂടുതൽ. ബ്യൂട്ടൈൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -2°C ആണ്. US നിന്ന് വരുന്ന, അതിനകത്ത് പ്രൊപ്പൈനുണ്ട്, പക്ഷേ US നിന്ന് വരുന്നത് പ്രൊപ്പൈനാണ് കൂടുതൽ. പ്രൊപ്പൈൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -40°C ആണ്. അപ്പോൾ ഇതൊക്കെ അണ്ടർ ഹെവി പ്രഷറാണ്. അതുകൊണ്ട് ലിക്വിഡായിട്ടാണ് സിലിണ്ടറിനകത്ത് നിൽക്കുന്നത്. വലിയ പ്രഷർ ഉള്ളതുകൊണ്ട് പ്രഷർ റിലീസ് ചെയ്താൽ ഗ്യാസ് ആവും. അങ്ങനെയാണല്ലോ നമ്മളിത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണല്ലോ LPG എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് ടെക്നിക്കൽ സൈഡിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു US നിന്നൊക്കെയുള്ള ഇമ്പോർട്ട് കൂട്ടുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രയാസം ഇതാണ്. എന്തായാലും യുദ്ധം എപ്പോൾ തീരുമെന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗോസിയേഷനെ കുറിച്ചോ ഇന്ന് സംസാരങ്ങളൊന്നും വന്നതായിട്ട് കാണുന്നില്ല. അഗാച്ചി പറയുന്നുണ്ട് നെഗോസിയേഷൻ ആവാം, പക്ഷേ എല്ലാ യുദ്ധങ്ങളും നിർത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താ അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. എല്ലാ യുദ്ധങ്ങളും നിർത്താനുള്ള ഒരു നെഗോസിയേഷൻ വേണമെങ്കിൽ ആവാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇറാനെ ഇനി മേലാൽ ആക്രമിക്കരുതെന്നോ അങ്ങനെ വല്ലതൊക്കെയുള്ള കരാറുകളാണോ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് അറിയില്ല. എന്തായാലും ശരി, ഈ ആകാശി പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ കാര്യങ്ങൾ നിൽക്കുകയില്ല. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ഫൈനൽ ഡിസിഷൻ പറയേണ്ടത് IRGC എന്ന് പറയുന്ന പട്ടാളമാണ്. ആ പട്ടാളത്തിന് ഇപ്പോൾ കോർഡിനേറ്റഡായിട്ട് ഒരു തലവനുണ്ടോ എന്നുള്ള കാര്യം വളരെ സംശയവുമാണ്. അത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് അവർ ആക്രമിക്കുകയാണ്. അപ്പം ആ ആക്രമണത്തിന് ഒരു കോർഡിനേഷൻ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കോർഡിനേറ്റഡ് എഫേർട്ട് വഴി ഈ ആക്രമണം നിർത്താനും ബുദ്ധിമുട്ടാണ്. ഇതൊരു ഭീകര ആക്രമണം പോലെ കുറച്ച് നാളത്തേക്ക് തുടരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല.